നിങ്ങളുടെ കൂടെയുണ്ടോ ഒരു ചിൽനോ? ആരാണ് ചിൽനോ? മനോഹരമായ ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമത്തിൻ്റെ തൊട്ടുതാഴെയായി ഒരു താഴ്വരയുണ്ട്. അവിടെ നാം എന്താണോ പറയുന്നത് അത് അതേ ശബ്ദത്തിൽ ആ താഴ്വരയിൽ നിന്ന് തിരിച്ച് പ്രതിഫലിക്കുമായി. ആ ഗ്രാമത്തിൽ തന്നെയുള്ള സ്കൂളിൽ ചേരാനായി ലാറിം എന്ന കൊച്ചുമിടുക്കൻ ആദ്യമായി അന്ന് അവിടെ എത്തുകയാണ്. സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആ കൊച്ചുമിടുക്കന് ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. ലാറിം വളരെ മിടുക്കനായിരുന്നു. പക്ഷേ ഏതൊരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ ചേർന്ന് അവൻ അന്ന് വീട്ടിലെത്തി അമ്മയോട് സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. അവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇന്ന് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിൽനോ എന്ന കുട്ടി എന്നോട് പറഞ്ഞു, നിനക്ക് ഫുട്ബോൾ കളി അത്ര നന്നായി കളിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് കളിക്കാതെ തിരിച്ചു വന്നു. തൊട്ടടുത്ത ദിവസം ലാറിം അവൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാനിന്ന് ക്രയോൺ കൊണ്ട് ബോർഡിൽ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ ലാറിം ചിൽനോ എന്നെ നോക്കി ചിരിച്ചു. അത് കണ്ട് എനിക്ക് ആ വര മുഴുമിക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ചെറിയൊരു ആശങ്ക തോന്നി. ആരാണ് എൻ്റെ മകനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത്? ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ സ്കൂളിലെ രക്ഷാകർതൃ മീറ്റിങ്ങിന് ആ അമ്മ എത്തിയപ്പോൾ അമ്മയ്ക്ക് ചിൽനോയുടെ മാതാപിതാക്കളെ കാണാൻ ഒരാഗ്രഹം തോന്നി. അവരോട് തൻ്റെ മകനെ എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ചിൽനോയെക്കുറിച്ച് പറയണമെന്നും. അങ്ങനെ ആ ടീച്ചറോട് ലാറിമിൻ്റെ അമ്മ ചോദിച്ചു, എവിടെ ചിൽനോയുടെ മാതാപിതാക്കൾ? അപ്പോൾ ആ ടീച്ചർ അമ്മയോട് ചോദിച്ചു, ചിൽനയോ? അങ്ങനെ പേരുള്ള ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. അമ്മ അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ടത് തൻ്റെ മകൻ ഒരു പുസ്തകത്തിൽ ക്രയോൺ കൊണ്ട് വരക്കുന്നതായിരുന്നു. മകൻ്റെ തലയിൽ വിരലോടിക്കൊണ്ട് ആ അമ്മ മകനോട് പറഞ്ഞു, നീ വരക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് ലാറിം. അപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കാതെ ലാറിം അമ്മയോട് പറഞ്ഞു, ഇല്ല, എനിക്ക് നന്നായി വരക്കാൻ കഴിയില്ല എന്ന് ചിൽനോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ അവൻ്റെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് അവനോട് ചോദിച്ചു, ആരാണ് ചിൽനോ? അങ്ങനെ ഒരു കുട്ടി നിന്റെ ക്ലാസ്സിലില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം ആകെ ഒന്ന് വിളറി. അമ്മ അവനെ തലോടിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ സ്കൂളിൻ്റെ തൊട്ടുതായുള്ള ആ താഴ്വരയുടെ പ്രത്യേകത നിനക്കറിയാമല്ലോ. നാം എന്താണോ പറയുന്നത് അത് തിരിച്ച് അതേപോലെ പ്രതിഫലിക്കും. അതുപോലെയാണ് നിന്റെ മനസ്സും. നീ എന്താണോ നിന്റെ മനസ്സിന് കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ച് നിന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സിലുള്ള ഭയവും സംശയങ്ങളുമാണ് നിനക്ക് ചിൽനോയായി പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. അത് നിന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ഒരു മിടുക്കനായി വളർന്നു വരാൻ കഴിയൂ. അത് അമ്മയുടെ ആ വാക്കുകൾ ലാറിമിനെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. അവനവൻ്റെ മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും വിത്തുകൾ മെല്ലെ മെല്ലെ പിഴുതുമാറ്റി ഒരു മിടുക്കനായ കുട്ടിയായി വളർന്നു വരികയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. നാം പുറത്തുള്ള ശത്രുക്കളോട് എതിരിടുമ്പോൾ നാം ആദ്യം അറിയേണ്ടത് നമ്മുടെ മനസ്സിൽ ഇതുപോലെയുള്ള ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും വിത്തുകൾ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്.